ഫസ്റ്റിനെക്കാട്ടി സൂപ്പറായിട്ട് സെക്കൻഡ് നല്ല പടം, നല്ല സൂപ്പർ പടം. വിജയ് സേതുപതി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മഞ്ജു വാര്യറും എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വെട്രിമാരൻ്റെ നല്ലൊരു സൂപ്പർ പടം. വെട്രിമാരൻ പുള്ളി ഭയങ്കര സംഭവമാണ്. ഞാൻ ഈ ക്ലാസ്സൊക്കെ ഇവിടെ കരഞ്ഞുകൊണ്ടാണ്. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ അടിപൊളി മൂവിയാണ്. ദയവ് ചെയ്ത് എല്ലാവരും വന്ന് കാണാം. നമ്മളെ കടൽ മൂവി ഉണ്ടല്ലോ, അതുപോലെ ഒഴിവാക്കി കളയരുത്, ദയവ് ചെയ്ത് ഒഴിവാക്കി കളയരുത്. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റിയ അടിപൊളി മൂവിയാണ്. പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര മാനസിക സംഘർഷമുണ്ട്. എന്തോ നമുക്ക് ഒരുപാട് നഷ്ടപ്പെട്ട ഒരു ബോധമാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സൂപ്പർ പടം, ഏറ്റവും അടിപൊളി പടമാണ്. ഫസ്റ്റ് കണ്ടവർക്ക് സെക്കൻഡ് അടിപൊളിയാണ്. വെട്രിമാരൻ ഒന്നും പറയാല്ലേ, വെട്രിമാരൻ സൂപ്പർ പടം. വെട്രിമാരൻ വിജയ് സേതു സൂര്യയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ലെവലിൽ തന്നെ പടം പിടിച്ചിട്ടുണ്ട്. സൂപ്പർ അടിപൊളി പടം, അടിപൊളി പടം, സൂപ്പർ പടം. നല്ല പടം, നല്ല പടം, അടിപൊളിയായിരുന്നു. കിടിലം പടം. വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന സിനിമയാണ്. കാരണം ഇതിൽ ഓരോ ഡയലോഗും എന്താ പറയുക, ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. പിന്നെ വിജയ് സേതുപതി സാറിൻ്റെ കിടിലം പെർഫോമൻസ് ആണ്, ഒന്നും പറയാൻ വേണ്ടിയില്ല. അതുപോലെ തന്നെ മഞ്ജു വാര്യറും സൂര്യയും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. നമ്മൾ ആദ്യ പാർട്ടിൽ നിന്ന് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഇത് കുറച്ചും കൂടി എന്താ പറയുക, ആ ഒരു നമുക്ക് പലപ്പോഴും സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയം നമ്മൾ മനസ്സിൽ പലപ്പോഴും പറയാറുണ്ട്. ഈ സിനിമയിലൂടെ അത് വ്യക്തമായി പറഞ്ഞു വയ്ക്കുകയാണ്. ഫസ്റ്റ് ഹാഫിനെക്കാട്ടി ഒന്നുകൂടി മിന്നിച്ചിരിക്കുന്നത് ഇതിൽ സെക്കൻഡ് ഹാഫ് തന്നെയാണ്. നമുക്കെന്താ പറയുക, വെട്രിമാരൻ നമ്മൾ സാധാരണ പറയുന്ന പോലെ ഒരു വെട്രിമാരൻ സംഭവം തന്നെയാണ് വിടുതലെ പാർട്ട് 2. സാറ് പറഞ്ഞോട്ടെ, വേറെ ഒന്നും പറയാനില്ല. പടം സൂപ്പർ അടിപൊളി. നല്ല ഫസ്റ്റ് തൊട്ട് ഇപ്പോൾ രണ്ടാം ഭാഗമായിട്ട് നല്ല രസമുണ്ട്. വക്കീല സാറ് പറഞ്ഞോട്ട് ഓരോ കഥാപാത്രം അവതരിപ്പിച്ചവരും ഗംഭീരമായി ചെയ്തിരിക്കുന്നു. പിന്നെ ഇളയരാജ സാറിൻ്റെ ആ ഒരു മ്യൂസിക്കും ഇതിന് കൃത്യമായി അനുയോജ്യമായി വന്നിരിക്കുന്നു. മൊത്തത്തിൽ നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളോടും പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാമൂഹ്യപരമായിട്ട് നമ്മൾ പ്രതികരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും പ്രതികരിക്കാറുണ്ട്. ഇത് വെട്രിമാരൻ എന്ന് പറയുന്ന അത്രയും ഒരു ജീനിയസ്. അദ്ദേഹം സമൂഹത്തിനോട് പ്രതികരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലൂടെ പ്രതികരിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ ഡയലോഗുകളും നമുക്ക് ഇതിൽ വ്യക്തമായി കാണാം. അടിപൊളി ഒരു വെട്രിമാരൻ സംഭവം തന്നെയാണ് വിടുതലെ പാർട്ട് 2. വിടുതലെ 1 സൂര്യ സ്കോർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കാണുന്ന പറഞ്ഞാൽ സൂര്യയുടെ ഇമോഷൻസും ഒക്കെ കാണാം. കഥാപാത്രത്തിൻ്റെ ബാക്കി വരുവാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ആദ്യം മുതൽ അവസാനം വരെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ദേശീയ അവാർഡ് ഇദ്ദേഹത്തിന് വിജയ് സേതുപതി എന്ന് പറയുന്ന നടൻ്റെ മക്കൾ സിനിമ കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ ആരും കിട്ടത്തില്ല. മിന്നിങ്ങിത പ്രകടനം, അടിപൊളി പ്രകടനമാണ് വിജയ് സാർ ഇതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. സൂപ്പർ പ്രകടനം. കാരണം സെക്കൻഡ് ഹാഫൊക്കെ ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് മുതൽ സെക്കൻഡ് ഹാഫ് വരെ സാറിൻ്റെ ഫുൾ ബേസ്ഡ് വേറൊരു കിടിലം അഭിനയത്തിൻ്റെ വിസ്മയ മുഹൂർത്തങ്ങളാണ് തിയേറ്ററിൽ തന്നുകൊണ്ടിരിക്കുന്നത്. വിടുതൽ അടിപൊളി, വെട്രിമാരൻ ചിത്രം അടിപൊളി, ഒരു രക്ഷയില്ല. സൂരി അടിപൊളി ക്യാരക്ടറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു. ഒന്നും കണ്ടില്ലേ, പടം കണ്ടില്ല? രണ്ടും. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. ഓരോ ഫ്രെയിമും അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ, അടിപൊളി, ഒരു രക്ഷയില്ല. അസൽ പടം ചെയ്തിട്ട് ക്ലാസ് പടം പുള്ളി ചെയ്തിട്ടുണ്ട്. വെട്രിമാരൻ ഏറ്റവും മികച്ച വർക്ക് എന്ന് തന്നെ പറയാം. കിടുപ്പം പടം, അടിപൊളി. സൂര്യയല്ല, ഇതിനകത്ത് വിജയ് സേതുപതിയാണ്. സൂര്യ ഫസ്റ്റിനകത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷേ സൂര്യയുടെ നല്ലൊരു ഉഗ്രം പെർഫോമൻസും ഉണ്ട്. അടിപൊളി പെർഫോമൻസ് ലാസ്റ്റ് സീനിൽ, അടിപൊളി പടം, അവിടെ കിടുപ്പം പടം. മഞ്ജു വാര്യർ അധികം ഇല്ല, എന്നാലും പുള്ളിക്കാരുടെ റോള് പുള്ളിക്കാരൻ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഒരു മാർക്ക് വെട്രിമാരൻ അത് പറഞ്ഞാൽ മതി, അത്ര കിടില് കേട്ടോ, സൂപ്പർ. എന്ന് വെച്ചാൽ 1ൽ താഴെ ഒരിക്കലും പോകുന്നില്ല. 1നെക്കാളും കുറച്ചും കൂടെ ഈ മേക്കിംഗ് ബേസിൽ മികവ് പുലർത്തുന്ന സിനിമയാണ്. കുറച്ചും കൂടെ ലെങ്ത് കൂടുതലുണ്ട്, കുറച്ചും കൂടെ അതിനകത്തെ പൊളിറ്റിക്സ് കുറച്ചും കൂടെ പ്രകടമാണ്. വിജയ് സേതുപതിയുടെ കഥാപാത്രം ജാതി വ്യവസ്ഥയും നമ്മുടെ അധികാരി വർഗവും തമ്മിലുള്ള ഒരു ക്ലാഷാണ് സിനിമ. എപ്പോഴും താഴ്ന്ന ജാതിക്കാർക്ക് സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് വളരെ സബ്റ്റിലായിട്ട്. മഞ്ജു വാര്യർ നല്ല പെർഫോമൻസാണ് ചെയ്തിരിക്കുന്നത്, നല്ല റോളാണ്, അടിപൊളിയാണ്. എല്ലാവരും
വളരെ മനോഹരമായി അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ. വെട്രിമാരൻ സാർ തകർത്തു.